ഗോവയിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയ കോട്ടയം വൈക്കം സ്വദേശിയെ കാണാനില്ലെന്ന് പരാതി. വൈക്കം കുലശേഖരമംഗലം സ്വദേശി സഞ്ജയെയാണ് കാണാതായത്. ഡിസംബർ 30-ന് ഗോവയിലെത്തിയ സഞ്ജയെ പുതുവത്സര ആഘോഷത്തിന് ശേഷം കാണാതാവുകയായിരുന്നു. സഞ്ജയുടെ ബന്ധുക്കൾ തലയോലപ്പറമ്പ് പോലീസിലാണ് പരാതി നൽകിയത്. ജോസി ബാബു വിവരങ്ങളുമായി ചേരുന്നു. ജോസി, സഞ്ജയോടൊപ്പം ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? അജിംസ്, സഞ്ജയും രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് 29-ാം തീയതിയാണ് ട്രെയിൻ മാർഗം ഗോവയിലേക്ക് പുതുവത്സരാഘോഷത്തിന് പോയത്. 30-ാം തീയതി അവർ ഗോവയിലെത്തുകയും 31-ാം തീയതി പുതുവത്സരാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു. പുലർച്ചെ പിറ്റേന്ന് 3 മണി മുതൽ ഈ സഞ്ജയെ കാണാതായി എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. ഇത് സംബന്ധിച്ചിപ്പോൾ ഗോവ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നിപ്പോൾ കോട്ടയത്ത് കുലശേഖരമംഗലത്ത് നിന്നും സഞ്ജയുടെ ബന്ധുക്കൾ ഗോവയ്ക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗോവ ഗവർണറുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അന്വേഷണം ദ്രുതഗതിയിലാക്കാനുള്ള നടപടികളും നാട്ടിൽ നിന്ന് ബന്ധുക്കൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സഞ്ജയുടെ തിരോധാനം സംബന്ധിച്ച് മറ്റു വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. ഫോണും സ്വിച്ച് ഓഫ് ആയ നിലയിലാണ്. അതുകൊണ്ട് ഇയാൾ എവിടെ പോയി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും 19-കാരനായ യുവാവ് പുതുവത്സരാഘോഷത്തിൻ്റെ ഭാഗമായാണ് ഗോവയിലെത്തിയത്. എന്തായാലും അത് സംബന്ധിച്ച് വലിയ ദുഃഖത്തിലാണ് കുടുംബാംഗങ്ങളും അടുത്ത ബന്ധുക്കളും. മലപ്പുറം കോട്ടക്കലിൽ 5 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. നിയന്ത്രണം വിട്ട ലോറി കാറിലും ബൈക്കുകളിലും ക്രെയിനിലും ഇടിച്ചു കയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല.